തനി കൃഷ്ണൻ. അമ്മൂമ്മ എന്തൊരു വർത്താനം അത്? ഒന്നുമല്ലെങ്കിൽ അമ്മൂമ്മ പറയുന്നേക്ക അമ്മൂമ്മയുടെ കൊച്ചുമ്മനെ കുറിച്ചാണെന്നുള്ളൊരു വിചാരം വേണം. നീ ശരിക്കും പ്രേമരോഗിയാണോ? അച്ഛൻ അങ്ങനൊന്നും ഇല്ല എന്റെ പെണ്ണ് ചെയ്താമോ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്തെങ്കിലും ഇച്ചിരി കിട്ടിയാൽ മതി, ആ ടക്കന് നെറ്റി വെച്ച് ആടിച്ച് അങ്ങ് ഒട്ടിച്ചങ്ങ് തരും. അല്ലാതെ നിന്റെ കയ്യിലിരിപ്പോണ്ടല്ല. ആ ശരി, എന്റെ കയ്യിലിരിപ്പുണ്ട് വരണേ. ഈ കയ്യിലിരിപ്പൊക്കെ കിട്ടണം എവിടുന്നാന്നറിയോ? ജെനറ്റിക്സ് വഴിയാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ചോനറത്തല വഴി എനിക്ക് കിട്ടിയതായിരിക്കും. നിർത്ത്. എന്റെ കുടുംബത്തില് ആരും പ്രേമരോഗികളില്ല. അമ്മൂമ്മ, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. ഇറ്റ്സ് എ ഡിവൈൻ ഇമോഷൻ വിത്ത് പ്യൂറസ്റ്റ് ഹാർട്ട്. കെമിസ്ട്രി, ഫിസിക്സ്, സൈക്കോളജി, ബാക്കി കൂടെ പറ. ഒന്ന് നിർത്തിച്ചിന്റെ ചക്ക. ഞാൻ നിന്നെ ചുമ്മാ എരി വേറ്റാൻ വേണ്ടി പറയുന്നല്ലേ അമ്മ. അതൊക്കെ ഏറ്റുപിടിച്ചോളൂ അങ്ങ്. എനിക്കറിയാം, ഞാൻ ചുമ്മാ പണ്ട്. അല്ല, കേശു ലച്ചു എന്തിയേ? അവളോടെ കാണാം. അവിടെ എന്തെടുക്ക അവള്? ചേച്ചി അല്ലേലും ഇവിടെ എന്തിനെടുക്കായി? അവളല്ലെങ്കിലും ഒരു പണിയും ചെയ്യത്തില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനതേ അതൊരു തമാശക്കങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. லெச்சு வந்து இங்க எல்லா வேலையும் செய்வா. அவ சாம்பார் எல்லாம் வச்சுனா ரொம்ப அருமையா இருக்கும். அதே மாதிரி மீன் குழம்பு வச்சா ரொம்ப டேஸ்டாவும் இருக்கும். എന്നിട്ട് അവളൊന്നും ചെയ്യുന്നില്ലെന്നാണല്ലോ ഭവാനിയമ്മ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനതൊരു തമാശക്കങ്ങ് പറഞ്ഞതാ. നേരത്തെ ഒരു ഇതിനങ്ങ് പറഞ്ഞു പോയതാ. കേശു ലച്ചു എവിടെയാന്നാ പറഞ്ഞേ? ലച്ചു എവിടാന്നാ പറഞ്ഞേ? ഹോളില് അപ്പുറത്ത്. ആത്മാവിന് ശാന്തി കൊടുക്കണമേ. டேய், அவங்க ஏதாவது லெச்சுவை செய்வாங்களா? അമ്മൂമ്മ എന്തോ അമ്മൂമ്മ ഇത്? ആരാ നിൽക്കുന്നെങ്കിലും നോക്കണ്ടേ? അതാ മക്കളെ, മക്കൾക്കറിയാമല്ലോ എന്റെ നാക്കിന് എല്ലില്ലെന്ന്. ആരോട് എന്താ എപ്പോഴാ എങ്ങനെയാ പറയണ്ടെന്ന് ഒരു വിവരവും ഇല്ല. ഒരു വിവരമില്ലാത്ത സ്ത്രീ ഞാൻ തന്നെ. ഓ, പേടിക്കണ്ട അച്ഛാ, ഞാനേ മൊത്തത്തിലൊന്ന് പെട്ടിരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ പിടിച്ചോളേ, ഒന്ന് സഹായിക്കണം പ്ലീസ്. എന്താണ് സംഭവിക്കും? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി എണ്ണ ഇച്ചിരി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, കുഴപ്പമുള്ള പോലെ അഭിനയിച്ചാ മതി. സംഭവത്താണോ? അമ്മ ഇപ്പൊ വരും. ലച്ചുവേ, പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പോകുന്നതുകൊണ്ടാ കാലിലൊക്കെ വേദന എടുക്കുന്നേ. ഞാനെന്ത് പറയാനാണ്? ഡെയിലി നടക്കാൻ പോയില്ലെങ്കിൽ ആരോഗ്യം ശരിയാകില്ലല്ലോ. ആ, പക്ഷെ ഒരു ദിവസം 4 നേരമൊക്കെ നടക്കുന്നത് കുറച്ച് കഷ്ടമല്ലേ? ഒരു തവണയൊക്കെ നടക്കാം. ഇത് അച്ഛൻ 4 നേരം ഭക്ഷണം കഴിക്കണ പോലെയാണ് നടക്കാൻ പോണത്. എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടൂല. ശരി, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണമല്ലോ. അതെ, ശ്രദ്ധിക്കണോ. ലച്ചു, അയ്യോ എന്ത് പറ്റി കാലിന്? ഇവിടെ വേദന ഉണ്ടോ അച്ഛാ? അവിടെ അല്ല, അതിന്റെ തൊട്ടിപ്പുറമായിട്ടാണ്. ഇവിടെയാണോ? അവിടെ. എന്തോ ചേട്ടാ പറ്റിയത് കാലിന്? അത് അച്ഛനെ കാലുവേദന എന്ന് പറഞ്ഞു അല്ല അച്ഛാ? കാലുവേദനയാന്ന് മനസ്സിലായി. ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് കാലുവേദന? അല്ല, അപ്പൊ മോള് കുഴമ്പിട്ട് വരാന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ, കാരണം എന്താ? ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് എല്ലാ ദിവസവും 4 നേരം വെച്ച് നടക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആയിരിക്കണം. ഇല്ല, കാര്യമുണ്ടോ? ഞാൻ 100 വട്ടം പറഞ്ഞ ഇങ്ങനെ 4 നേരം നടക്കേണ്ട കാര്യമില്ലാന്ന്. ഇല്ല, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. തിരുമ്മി കൊടുക്ക. അമ്മക്ക് കുഴപ്പമിട്ടായിരുന്നു? എനിക്കൊരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ചു. ഈ അച്ഛൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കൂലെന്നേ. മോളെ മതി. അല്ല, കുഴമ്പിട്ടത് മതിന്ന്. എന്നാ ഞാൻ എണീറ്റോട്ടെ. കുഴിപ്പളത്തമ്മ, അമ്മ ചോദിച്ചില്ലായിരുന്നു അടുക്കള വെച്ചിട്ട് എന്താ ചേച്ചി എവിടെ പോയേക്കുന്നേന്ന്? അന്നേരം ഞാൻ പറയാൻ വിട്ടുപോയെന്നേ. അച്ഛന് പെട്ടെന്ന് ഭയങ്കര കാലുവേദന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കുഴമ്പെടുത്ത് കാല് തിരുമാൻ വേണ്ടി പോയതാ. അമ്മ എന്റെ തലയിൽ വന്നില്ല അന്നേരം. അല്ലേ ചേച്ചി? അതെ അതെ. അല്ല സീത, പെട്ടെന്ന് എന്താ അടുക്കളയിൽ ഇങ്ങോട്ട് ഓടിപ്പോരുന്നേ? അത് ഞാനേ എന്തോ ഒരു കാര്യം ലച്ചനോട് പറയാൻ വേണ്ടി വന്നതാ, മറന്നുപോയി. എന്നാ പിന്നെ വായോ, നമുക്ക് അടുക്കളയിലോട്ട് പോവാ. നിങ്ങളെല്ലാരും എന്താ ഇവിടെ? ഞങ്ങളിവിടെ യുദ്ധം വരെ നടക്കുന്ന അറിയാൻ വന്നതാ. എന്തോന്ന്? ജീവിതം ഒരു യുദ്ധമാണല്ലോ, അപ്പൊ യുദ്ധത്തിന്റെ ഇടയിൽ നമ്മളൊക്കെ വെറും പോരാളികൾ.
അമ്മൂമ്മ അടുക്കളയില് ആയോ വായോ വായോ ചൂടൊന്നും വെക്കണ്ടല്ലോ. ഒന്നും വേണ്ട. സന്തോഷം. കറി തിളക്കുന്നു. ഇതെല്ലാരും പുതുമ. കൈയൊക്കെ പിടിച്ചോണ്ട് പോണു. സത്യം പറ, എന്താ ഒപ്പിച്ചു വെച്ചേക്കണത്? ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നും ഇല്ല. നീ എന്തൊക്കെ ഒപ്പിച്ചാലും ഷെർലക് ടോംസിന്റെ അനിയത്തിയാ അവള്. അവളത് കണ്ടുപിടിക്കും, കയ്യോടെ നിന്നെ പൊക്കും. അവസാനം നീ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ എല്ലാം കൂടി എടുത്ത് അച്ഛന്റെ തലയിടും. അതല്ലേ പരിപാടി? അത് അവിടെയല്ലേ അച്ഛാ, ഇവിടെ തലയിലിടാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. എന്തായാലും സമാധാനം. എന്റെ തലയിൽ ഇടാതിരുന്നാ മതി.